വെൽക്കം ടു 2025 മൈ ഡ്രീം മൈ ഇയർ 14 ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 7 ആണ്. ഡേ 1 മുതൽ ഡേ 6 വരെ ചെയ്ത് തീർത്തവർക്ക് മാത്രമുള്ളതാണ് ഡേ 7 ചലഞ്ച് കേട്ടോ. ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ലിങ്ക്സും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഐ ബട്ടണിൽ പ്ലേലിസ്റ്റും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതൊരു വീഡിയോ സീരീസ് ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡേ 1 മുതൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓരോ വീഡിയോസ് കാണുക. ഞാൻ ശാലിനി, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, ഹോപ്പ് നോബ്നോ സർട്ടിഫൈഡ് ഹീലറാണ്. ആക്ഷൻ, പ്രവർത്തികൾ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നത് പ്രവർത്തികൾ ഇല്ലാതെ വരുമ്പോഴാണ്, അല്ലേ? സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാവുള്ളൂ. ഇന്നു മുതൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തിക്കണം എന്നാണ് ഈ ഡേ 7 നമ്മൾ പറയുന്നത്. പെർഫെക്റ്റ് ആകുക എന്നുള്ളത് ഈ നിമിഷത്തിൽ ഈ ചലഞ്ചിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം പെർഫെക്ഷൻ അല്ല പ്രാധാന്യം, കൺസിസ്റ്റൻസിയാണ്. നിരന്തരം ചെയ്യുക എന്നുള്ളതാണ്. പെർഫെക്ഷൻ ആകാൻ വേണ്ടി നോക്കിയാലുണ്ടല്ലോ നമ്മൾക്ക് പുറകിലേക്ക് വലിയാനും മാറ്റിവെക്കാനുമുള്ള സാധ്യതകളാണ് കൂടുന്നത്. അതുകൊണ്ട് പെർഫെക്ഷൻ അല്ലാതെ ഓരോ ലക്ഷ്യവും ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി മുന്നോട്ട് ചെയ്യുക, നിരന്തരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. ഓരോന്ന് ചെയ്യും തോറും ചിലപ്പോൾ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്തേക്കാം. ഈ മടുപ്പ് മാറ്റാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. 5 സെക്കൻഡ് റൂളാണ്. അതായത് നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു നിമിഷം കണ്ണടയ്ക്കുക. 5 സെക്കൻഡ്, അതായത് 5, 4, 3, 2, 1 ഇത്ര എണ്ണിയിട്ട് ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള റൂളാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ദിവസവും ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് നടപടികളാണോ സ്വീകരിച്ചത് ആ നടപടികൾക്ക് ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ആ റിസൾട്ട് നമ്മൾ ദിവസേന എഴുതി വെക്കുക, ട്രാക്ക് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ഇന്ന് ചെയ്തത്, അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റി, നമ്മൾ ആ ചെയ്ത ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആണോ, അത് എഴുതുക. അത് കൂടാതെ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് നമ്മളുടെ മുന്നോട്ടുള്ള പുരോഗതിനെ ഒരുപാട് സഹായിക്കും, അല്ലേ? അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ അനാലിസിസ്, നമ്മൾ പ്രോഗ്രസ് അനാലിസിസ് നമ്മൾ എന്തായാലും എഴുതണം. ഇനി വലിയ ടാസ്ക് ആണെങ്കിലോ ചെറുതാക്കുന്നതല്ലേ നല്ലത്. വലിയ ടാസ്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മാറ്റിവെക്കാൻ തോന്നിയാലോ നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ ടാസ്കിനെ കുഞ്ഞു 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 ടാസ്കുകളാക്കി മാറ്റുക. നമുക്ക് ദിവസേന അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന, ചെയ്യാൻ ഈസി ആക്കുന്ന രീതിയിൽ വളരെ ചെറുത് വേണം ആക്കാൻ. ചെറുത് എന്നുള്ളതല്ല, നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റണം എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുഞ്ഞു 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 ടാസ്കുകളാക്കുക. ചലഞ്ച് എന്താണെന്നല്ലേ? ഇന്ന് ഈ ലക്ഷ്യത്തിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ 3 കാര്യം ഇന്ന് തന്നെ ചെയ്യാം. ഇനി വലിയ ടാസ്കുകളെ പറ്റി പറഞ്ഞു. ഈ വലിയ ടാസ്ക് നമ്മൾക്ക് എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി വലിയ വലിയ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. ഈ വലിയ വലിയ ടാസ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് ചെറുതാക്കി കുഞ്ഞു 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 സ്റ്റെപ്പുകളാക്കുക. ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാക്കിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുന്നേ സക്സസ് ജേണൽ എഴുതാൻ മറക്കരുത്. എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള കൃത്യമായ ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സക്സസ് ജേണൽ മസ്റ്റാണ്. എന്തായാലും നിങ്ങൾ എഴുതണം. എങ്ങനെ ഉണ്ടായിരുന്നു ഡേ 7? ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് പ്രവർത്തികൾ അത്യാവശ്യമാണ്, അല്ലേ? അതിനുവേണ്ടിയുള്ളത് തന്നെയായിരുന്നു ഡേ 7. ഡേ 7 ഇഷ്ടമായെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരിലേക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ഡേ 8 ആണ്. അത് അടിപൊളി ചലഞ്ചായിട്ടാണ് വരുന്നത്. ഈ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.